ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിനൂസ് ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും ഫിനൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റും വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാരിഗോൾഡിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓറിയോയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. ഇത് രണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത്ര ബിസ്ക്കറ്റ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കത് മിക്സിയിലിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് രണ്ടും നന്നായിട്ട് ഞാനിവിടെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തതാണ്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ബൗളും ഇതൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് വിപ്പായി കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഷുഗർ ആഡ് ചെയ്യാത്ത ക്രീമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിന് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് ക്രീം മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കണം. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 2-3 തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കളറിനൊരു മാറ്റം വരും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ബാക്കിയുള്ള ക്രീം മറ്റൊരു ബൗളിലേക്കും കൂടി ആക്കിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലാവുമ്പോൾ നമുക്ക് ലെയറൊക്കെ നന്നായിട്ടൊന്ന് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് എസൻസ് ചേർത്ത ക്രീമൊന്ന് ചേർത്തൊന്ന് സെറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ആ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ലെയറായി. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് വാനില ചേർത്ത ക്രീം വെച്ച് കൊടുക്കേണ്ടത്. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ആ ക്രീം, വൈറ്റ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുക. മെല്ലെ അതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റിൻ്റെ പൊടി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സൈഡ് ചേർത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഗ്ലാസ് ട്രേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെയറൊക്കെ താഴെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇനി അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ആദ്യമേ ചേർത്ത് കൊടുത്ത ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് ആ ക്രീം ഒന്നുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കിതൊന്ന് അതുപോലെ കറക്റ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബദാം പൊടിച്ചത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം.
കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ലെയറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അതാ നമ്മുടെ ലെയറുകളെല്ലാം നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 4 മണിക്കൂർ വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു ന്യൂ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.